പ്രീവിയസ് ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഫേമസ് ഡാറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ക്യൂവിനെ കുറിച്ചിട്ടായിരുന്നു. ക്യൂവിന്റെ ഓപ്പറേഷൻസും ക്യൂ ഇൻസേർഷനും ഡിലീഷനും ഒക്കെ ഡിസ്കസ് ചെയ്തു. ക്യൂവിന്റെ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞു. ഫ്രണ്ട് എൻഡിലൂടെയാണ് ഡിലീറ്റ് ചെയ്യാമെന്നും റിയർ എൻഡിലൂടെ ഇൻസേർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ക്യൂവിനെ റെപ്രസെന്റ് ചെയ്യേണ്ടതെന്നുള്ള ഫോമാണ്. ക്യൂവിനെ റെപ്രസെന്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമാണ് എറേ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യൂവിനെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഒരു certain elements ഉണ്ട്, നിങ്ങൾക്ക് കാണാം. 12, 9 ആൻഡ് 12, 9, 7 ആൻഡ് 18. 12 സ്റ്റോർ ചെയ്തിട്ടുള്ളത് എറേന്റെ 0th ഇൻഡെക്സിലാണ്. 9 സ്റ്റോർ ചെയ്തിട്ടുള്ളത് എറേന്റെ ഫസ്റ്റ് ഇൻഡെക്സിലാണ്. 7 സ്റ്റോർ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഇൻഡെക്സിലും. 18 സ്റ്റോർ ചെയ്തിട്ടുള്ളത് തേർഡ് ഇൻഡെക്സിലുമാണ്. ഇനി ഒരു ന്യൂ എലമെന്റ് വന്നു, ഒരു ന്യൂ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് പോയിന്റ് ചെയ്യുന്നത് എ ഓഫ് സീറോയിലേക്കാണ്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫോമിലാണ് ക്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഏതോ എലമെന്റ് ആണോ ഇൻസേർട്ട് ചെയ്തത് അതോ ആണ് ഫസ്റ്റ് ഡിലീറ്റ് ചെയ്തേണ്ടത്. ഡിലീറ്റ് ചെയ്യാനുള്ള എൻഡ് ഫ്രണ്ട് എൻഡ് ആണ്. ഇനി ഏതാണോ ലാസ്റ്റ് പൊസിഷൻ, ആ പൊസിഷൻ കഴിഞ്ഞ് അടുത്ത പൊസിഷനിലേക്കാണ് ന്യൂ എലമെന്റ് ഇൻസേർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് റിയർ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെന്റിനെ പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫ്രണ്ടും റിയർ പോയിന്ററും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഒരു ക്യൂ. ഈ ക്യൂവിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സിസ്റ്റിംഗ് എലമെന്റ്സ്, കുറച്ച് എലമെന്റ്സ് ഉള്ള ഈ ഒരു ക്യൂവിലേക്ക് ഒരു ന്യൂ എലമെന്റ്, അതായത് ഇവിടെ ഞാൻ 14 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എവിടെയാണ് ഇൻസേർഷൻ വരുക, ഇൻഡെക്സ് 3 കഴിഞ്ഞ് ഇൻഡെക്സ് 4ലേക്കാണ് ഇൻസേർട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ റിയർ പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്തതിന് ശേഷം എ ഓഫ് റിയറിലേക്ക് എന്ത് വന്നു, 14 പ്ലേസ്ഡ് ആയി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആരാണ് ഡിലീറ്റ് ആയി പോവാ, 12 ആണ് ഡിലീറ്റ് ആയി പോവും. അപ്പൊ 12 ഡിലീറ്റ് ആയി കഴിഞ്ഞാലുള്ള ഈ ക്യൂവിന്റെ അവസ്ഥ എന്തായിരിക്കും, ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ 9, 7, 18, 14. റിയർ ഇപ്പൊ പോയിന്റ് ചെയ്യുന്നത് 14ലേക്കും ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്നത് എ ഓഫ് 1ലേക്കായി. ഇനിയുള്ളത് ഫ്രണ്ട് പൊസിഷനിലുള്ളത് ആരാണ്, 9 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് എറേ യൂസ് ചെയ്തിട്ട് ക്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നതും ഒരു ന്യൂ എലമെന്റ് ഈ ഒരു ക്യൂവിലേക്ക് ഇൻസേർഷൻ ചെയ്താലുള്ള ഒരു എറേന്റെ ഫോമും, അതുപോലെ തന്നെ ഒരു എലമെന്റ് ഡിലീഷൻ ചെയ്താലുണ്ടാകുന്ന ആ ക്യൂവിന്റെ ഫോമും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇനി അതിന്റെ അൽഗരിതം എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒരു ക്യൂവിലേക്ക് ഒരു ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ, ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിന് 4 സ്റ്റെപ്പുള്ള ഒരു അൽഗരിതം ആവശ്യമാണ്. ഇനീഷ്യലി ഞങ്ങൾ എന്താ ചെയ്യാ, റിയറും ഫ്രണ്ടും നെഗറ്റീവ് വാല്യൂ അസൈൻ ചെയ്ത് വെക്കും. അതിന്റെ അർത്ഥം എന്താണ്, അത് അണ്ടർഫ്ലോ ആണ്, ആ ക്യൂവിൽ ഒരു എലമെന്റും പ്ലേസ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഇനി ഒരു എലമെന്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു നെഗറ്റീവ് വാല്യൂവിനെ ഒന്ന് ഓവർഫ്ലോ അല്ല എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആ നെഗറ്റീവ് വാല്യൂവിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തതിന് ശേഷം അത് 0 ആക്കി പ്ലേസ് ചെയ്യും. അതിനുശേഷം അതിലേക്ക് ഇൻസേർഷൻ നടത്തും. ഓക്കെ, നമുക്ക് ഈ അൽഗരിതം ശ്രദ്ധിക്കാം. സ്റ്റെപ്പ് 1ല് റിയറിന്റെ വാല്യൂ മാക്സിനേക്കാണ് 1 കുറവാണെങ്കിൽ ഓവർഫ്ലോ എന്ന് റേറ്റ് ചെയ്യും, അതിനുശേഷം എക്സിറ്റ് അടിക്കും. സ്റ്റെപ്പ് 2ല് റിയറിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ടും റിയറും 0 ആക്കി സെറ്റ് ചെയ്യും. അതിനുശേഷം റിയർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, കാരണം ഒരു എലമെന്റ് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് അതിന് ശേഷം ഒരു എലമെന്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു 0 എന്നുള്ള പൊസിഷനിൽ നിന്ന് അതായത് ഒരു എലമെന്റ് ഇപ്പൊ 0ത്തിലുള്ള ാണ് ഇപ്പൊ ഒരു പൊസിഷൻ ഒരു എലമെന്റ് ഉള്ളതെങ്കിൽ 1th എന്നുള്ള ഒരു പൊസിഷനിലേക്കാണ് അടുത്ത എലമെന്റ് വരുന്നത്. അപ്പൊ റിയർ എന്നുള്ള ഒരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തതിനു ശേഷം ക്യൂ ഓഫ് റിയറിലേക്ക് ആ ഒരു പർട്ടിക്കുലർ നമ്പർ വരും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഇൻസേർഷന്റെ അൽഗരിതം വരുന്നത്. ഇനി എങ്ങനെയാണ് ഡിലീഷന്റെ അൽഗരിതം വരുന്നത് നോക്കാം. ഡിലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ 2 സ്റ്റെപ്പേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫ്രണ്ടിന്റെ വാല്യൂ നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ ഫ്രണ്ട് റിയറിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം അണ്ടർഫ്ലോ, അതായത് അതിൽ എന്തില്ല, ആ ക്യൂ എം ടി ആണെന്ന് അർത്ഥം. അത് എങ്ങനെയല്ലെങ്കിൽ ആ ക്യൂവിന്റെ ഫ്രണ്ടിലുള്ള വാല്യൂ വാൽ എന്നുള്ള ഒരു വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യും. അതിനുശേഷം ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ അൽഗരിതം വർക്ക് ചെയ്യുന്നത്. അതർവൈസ് ഇത് വിൽ ബി എക്സിറ്റഡ്. ഓക്കെ, ഇതാണ് ഒരു ക്യൂവിന്റെ അറേ റെപ്രസെന്റേഷനും അതുപോലെ എറേ യൂസ് ചെയ്തിട്ട്